ആദ്യം ഒരു നിർദ്ദേശമാണ്. ചോദ്യം രണ്ടാമത് പറയാം. ഞാൻ നേരത്തെ ഇവിടെ പ്രസംഗം നടത്തിയ ബഹുമാനായ പ്രസംഗൻ പറയുകയുണ്ടായി ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും എന്നതിനെക്കുറിച്ച്. ഹിന്ദുമതം എന്ന് പറയുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നു സനാതനധർമ്മത്തെ സംബന്ധിച്ചോളം അത് ബഹുദൈവ വിശ്വാസമാണോ ഏകദൈവ വിശ്വാസമാണോ? അദ്ദേഹം ജ്യോതിഷവുമായി ബന്ധപ്പെട്ടും അതുപോലെ വിഗ്രഹങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പരാമർശിക്കേണ്ടായി. പക്ഷേ സനാതനധർമ്മം പറയുന്നത് ഒരു ദൈവത്തെ പോലും ചൂണ്ടിക്കാണിക്കാതെ, അല്ലെങ്കിൽ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ അറിവിനെ ആണ് ഇവിടെ ഈശ്വരനായി അല്ലെങ്കിൽ ദൈവമായി അല്ലെങ്കിൽ എല്ലാമായി, കാരണം എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നാണ് ഇവിടെ സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ കാരണം ഇസ്ലാം പ്രകൃതി മതമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, തത്വമസി, അത് നീ തന്നെയാണ്, നീ അന്വേഷിക്കുന്ന എന്തോ അത് നീ തന്നെയാവുന്നു എന്ന് പറയുന്ന അതിവിശാലമായ ആ ഒരു സനാതനധർമ്മത്തിന്റെ ആ വിശാലതയെ ഇന്ന് ചില കാരണങ്ങൾ കൊണ്ട്, ചില താല്പര്യങ്ങൾ കൊണ്ട് ചിലവിടെ കുടുക്കിയിടാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ അത്തരം വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് പിറകിൽ, അല്ലെങ്കിൽ ആ സങ്കുചിത താല്പര്യങ്ങൾക്ക് പിറകിൽ, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളുമായി ഇത്തരം താല്പര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് പിറകിൽ നിന്നുകൊണ്ട് ഈ മതത്തെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ വളച്ചൊടിക്കുന്ന ആളുകളിലൂടെ, അല്ലെങ്കിൽ അത്തരം ആളുകൾ പറയുന്ന സംഗതികളിലൂടെ ഇത്തരം നല്ല സദസ്സുകളിൽ സനാതനധർമ്മത്തെ അവതരിപ്പിക്കാതെ, സനാതനധർമ്മത്തിൽ പറയുന്നത് അറിവാകുന്നു സത്യമായി. കാരണം ഞാൻ ഒരു ശ്രീനാരായണ ധർമ്മ പ്രചരണ രംഗത്ത് നിൽക്കുന്ന ആള് എന്ന നിലയ്ക്ക്, ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, കാരണം ഇന്ന് സനാതനധർമ്മത്തിന്റെ ഒരു വലിയ പ്രവാചകൻ, അല്ലെങ്കിൽ ഇന്ന് ഒരു വളരെ ശക്തമായ ഇന്നും ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് ഇന്ന് ഹൈന്ദവ മതവിശ്വാസികളടക്കം, ഹൈന്ദവ മത നേതാക്കളടക്കം ഇന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ സന്ദേശം എന്തായിരുന്നു? അദ്ദേഹം അറിവ്, പരമമായ അറിവ്, നാം അറിയുന്നത് എന്താണോ, നാം എന്തിനെയാണോ അറിയുന്നത്, വെളിച്ചം എന്താണോ അതാണ് സത്യത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന, അതാണ് സത്യത്തിൽ സനാതനധർമ്മം പറയുന്നത്. അതല്ലാതെ ഈ വിഗ്രഹങ്ങളെല്ലാം, വിഗ്രഹം എന്നാൽ വിശേഷണ ഗ്രഹിച്ചത് എന്നാണല്ലോ. അപ്പോൾ വിശേഷണ ഗ്രഹിച്ച വിഗ്രഹങ്ങളും അമ്പലങ്ങളും ഒക്കെ ആ പരമമായ അറിവിലേക്ക്, ആ ദൈവത്തിലേക്ക് എത്തുവാനുള്ള ഉപാധി മാത്രമാണ്. അത് ദൈവമല്ല. കാരണം അത് അവിടേക്ക് എത്തിച്ചെല്ലുവാനുള്ള, പരമമായ അറിവിലേക്ക്, ആ പരബ്രഹ്മത്തിലേക്ക് എത്തിച്ചെല്ലുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നതാണ് ഈ അപ്പൊ സനാതനധർമ്മത്തെക്കുറിച്ച് ഇത്തരം സദസ്സുകളിൽ പ്രതിപാദിപ്പിക്കുമ്പോൾ അത്തരം വിഷയങ്ങളിലൂടെ പറയുന്നതായിരിക്കും നല്ലത് എന്ന ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്റെ ചോദ്യം, ഈ പ്രകൃതി മതമാണ് ഇസ്ലാം മതം. എന്തായാലും ഇസ്ലാം മതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നത്, എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ. അപ്പോ ഈ പ്രകൃതി മതമായ ഇസ്ലാം, നേരത്തെ ബഹുമാനപ്പെട്ട പ്രസംഗൻ പറഞ്ഞതുപോലെ ഈ അഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ ജന്തുബലിയെ. ഞാൻ പഠിക്കുന്നത് ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ശവത്തെ കണ്ടാൽ ഒന്ന് കുളിക്കണം, എന്നാൽ തിന്നാലോ എന്നാണ് ഗുരു ചോദിച്ചത്. ശവത്തെ കണ്ടാൽ ഒന്ന് കുളിക്കണം, അപ്പൊ തിന്നാലോ? ശവത്തെ തിന്നുന്ന ഒരു രീതി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഈ പ്രകൃതി മതം എന്നറിഞ്ഞാൽ കൊള്ളാം. താങ്ക്സ്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് സുഹൃത്തോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ശവത്തെ കൊന്നാൽ അല്ലെങ്കിൽ കണ്ടാൽ കുളിക്കണം എന്ന് പറയുമ്പോൾ അപ്പൊ തിന്നാലോ എന്ന് ചോദിച്ച ഗുരുദേവ ദർശനം. അപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രകൃതി മതമാണെങ്കിൽ അത് എതിർക്കുകയല്ലേ വേണ്ടത്, അഹിംസയെ എതിർക്കുകയല്ലേ വേണ്ടത്, അഹിംസയുടെ ആളുകളാവല്ലേ വേണ്ടത്. ഇവിടെ ആദ്യം പറഞ്ഞ കാര്യങ്ങളുമായി ചെറിയൊരു വിയോജിപ്പുണ്ട്, പറയാതിരിക്കുന്നത് ശരിയല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ സനാതനധർമ്മം, ആ സനാതനധർമ്മം എന്ത് എന്നുള്ള വിഷയം പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുമായി മുന്നോട്ട് പോവാണ്. എന്താന്ന് വെച്ചാൽ അത് സുഹൃത്ത് പറഞ്ഞ പോലെ അദ്വൈതമാണോ, പൂർണ്ണമായ അദ്വൈതമാണോ, അതല്ല അദ്വൈതത്തെ വിമർശിച്ചുകൊണ്ട് മാധ്വാചാര്യർ പറഞ്ഞ ദ്വൈതമാണോ, അതുമല്ല ഇത് രണ്ടിനെയും ഏകദേശം ഇണക്കിക്കൊണ്ട് രാമാനുജാചാര്യർ പറഞ്ഞ വിശിഷ്ടാദ്വൈതമാണോ, എന്താണ് ഇവിടുത്തെ സനാതനധർമ്മം? സാഖ്യദർശനമാണോ അതല്ല മീമാംസാ ദർശനമാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്.
ആ തർക്കത്തിനിടയിൽ, ആ തർക്കത്തിലേക്ക് നമ്മൾ ഇവിടെ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. സ്വാഭാവികമായിട്ടും മഹാപണ്ഡിതന്മാരുടെ തർക്കമാണ്. അപ്പൊ അതിൻ്റെ എല്ലാം ഇടയിൽ നമ്മൾ കാണുന്ന, നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന വേദസംഹിതകളുടെ, ഉപനിഷത്തുക്കളുടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? സൃഷ്ടികർത്താവായ തമ്പുരാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പിച്ചത്. അത് ഏത് തലത്തിലുള്ളവരായിരുന്നാലും സൃഷ്ടികർത്താവായ തമ്പുരാൻ കൃത്യമായി പഠിപ്പിക്കുന്നു. തമീശ്വരാണം പരമം മഹേശ്വര താം ദേവതാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്ഥാത് വിധാമദേവം ഭുവനീശമീഢ്യം. ഇത് പറയുന്നത് ശ്വേതശതരോപനിഷത്താണ്, 6-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം. എന്താ പറയണേ? തമീശ്വരാണം പരമം മഹേശ്വര, സകല ഈശ്വരന്മാരുടെയും പരമനായ മഹേശ്വരൻ. ഈശ്വര ശബ്ദത്തിനർത്ഥം അറിയാമല്ലോ, ഐശ്വര്യമുള്ളവൻ. ആ ഐശ്വര്യമുള്ള സകലരുടെയും ഐശ്വര്യങ്ങൾക്ക് കാരണഭൂതമായിട്ടുള്ള പരമൈശ്വരൻ ആരാണ്? താം ദേവതാനാം പരമം ച ദൈവതം. സകല ദേവന്മാരുമുണ്ട്. ദേവ ശബ്ദം പ്രകാശിക്കുന്നതെന്നാണ് അർത്ഥം. ഗുരുദേവനാണെന്ന് പറയാറ്. പ്രകാശിക്കുന്നത്, പ്രകാശം കൊണ്ടുണ്ടായത് എന്ന് വേണമെങ്കിൽ ഇസ്ലാമികമായ പരിപ്രശ്യത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പറയാമെന്ന് തോന്നുന്നത് വേറെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രകാശം കുന്ന എല്ലാത്തിൻ്റെയും പ്രകാശമായിട്ടുള്ളത് ആരാണോ, പരമനായ ദൈവമാരാണോ അവൻ. പതിം പദീനാം പരമം പരസ്താത്, സകല പതികളുടെയും പതിയായിട്ടുള്ളവൻ ആരാണോ അവൻ. വിധാമദേവം ഭുവനീശമീഢ്യം, ഈഢ്യങ്ങൾ മുഴുവനും അർപ്പിക്കപ്പെടുന്ന അവനെ അറിയുക, മനസ്സിലാക്കുക. അപ്പൊ അവനുണ്ട് ഒരുവൻ, സകലത്തിന്റെയും മുകളിലുള്ള ഐശ്വര്യങ്ങളുടെ ദാതാവായ തമ്പുരാൻ. ആ തമ്പുരാനാര്? ആ തമ്പുരാനെയാണ് നമ്മൾ ഇവിടെ എല്ലാം വായിക്കുമ്പോൾ കാണുന്നത്. വായിക്കുമ്പോൾ കാണാതിരിക്കാൻ കഴിയില്ല. അഹം ബ്രഹ്മാസ്മി പറയുന്നുണ്ട്, പക്ഷെ അത് ഏത് അവസരത്തിൽ എന്നെല്ലാം മാധ്വാചാര്യർ വളരെ വിശദീകരിക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങോട്ട് പോണില്ല. ആ തർക്കത്തിലേക്ക് പോയാൽ ആളുകളെ അറിയാമല്ലോ, ആളുകളാകെ അത്രയും ദാർശനികമായ ഒരു ഒരു ചർച്ചയിൽ മാത്രമേ അത് വരാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നത്, ഏതൊരു സാധാരണക്കാരനും സ്രഷ്ടാവായ തമ്പുരാനെ ഉൾക്കൊള്ളാൻ കഴിയണം. ആ സ്രഷ്ടാവായ തമ്പുരാനെ ഉൾക്കൊള്ളുന്നതിന് എന്തിനാ സ്റ്റെപ്പ്? അത് തന്നെ സത്യത്തിൽ ഗുരുദേവ ദർശനവുമായി, ഗുരുദേവ ദർശനത്തെ വളരെ സഹിഷ്ണുതയോടുകൂടി അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി നോക്കിക്കാണുന്ന വ്യക്തിയാണ് യുള്ളവൻ. അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ പരിമിതിയായി ഞാൻ മനസ്സിലാക്കുന്നതാണ് അന്നത്തെ വേദാന്തികൾ നിശ്ചയിച്ച ഈ സ്റ്റെപ്പ് എന്ന് സുഹൃത്ത് പറഞ്ഞ കാര്യം, അത് അംഗീകരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അവിടെ അംഗീകരിക്കുന്നതോടുകൂടി വരുന്നത് എന്താണ്? പുരോഹിതന് സ്ഥാനം നൽകുക തന്നെയാണ്. അവിടെ പുരോഹിതൻ സ്വാഭാവികമായും കടന്നു വരികയാണ്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി ചൂഷണങ്ങളും വരികയാണ്. അതിന്റെ ഭാഗമായി ചൂഷണങ്ങളും കടന്നു വരികയാണ്. എന്താ? ഇപ്പോ സാധ്യത പറഞ്ഞല്ലോ, എത്താൻ കഴിയാത്ത ആളുകൾക്കുള്ള സ്റ്റെപ്പാണിത്, ആ മാർഗമാണിത്. ഇതിലെത്തിച്ചേരാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് വിഗ്രഹങ്ങൾ വിശേഷാൽ ഗ്രഹിച്ചത് എന്നാണ് വിഗ്രഹങ്ങൾക്ക് അർത്ഥം. ഇതൊന്നും സാധാരണക്കാരനായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്നും ഇതുമൽ തന്നെയാണ്, അല്ലെ? വിഗ്രഹാരാധകനായ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണം വരെ ഇതുമൽ തന്നെയാണ്. അതിനൊന്നും പൊങ്ങുന്നേയില്ല. അതേസമയം ഇസ്ലാം പറയുന്നത് സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക, നിന്റെ ഹൃദയത്തിൽ സൃഷ്ടാവായ തമ്പുരാനെ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അവിടെ സാധാരണക്കാരനും പണ്ഡിതനും വ്യത്യാസമല്ല, ഒരേപോലെ കഴിയുന്നു എന്നുള്ളതാണ്. 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിൽ ഒരു വിഗ്രഹവുമില്ലാതെ സൃഷ്ടാവായ തമ്പുരാനെ പ്രതിഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ സാധാരണക്കാരന് ഒരു വിഗ്രഹമെന്നും ഉന്നതന് ഇതൊന്നുമില്ലാത്ത അവസ്ഥ എന്നും വിധിക്കുന്നത് ഗുരുദേവ ദർശനത്തിന്റെ തന്നെ സത്തക്കെതിരല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ചർച്ച ചെയ്യേണ്ടാണ് സുഹൃത്ത് പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ വിഷയാവതരണത്തിൽ വിഷയാവതാരകൻ വ്യക്തമാക്കിയത് ഇതെല്ലാം ഉണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഉൾപ്പിരിവുകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അവക്കെല്ലാം നടുവിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സൃഷ്ടാവായ തമ്പുരാൻ, അവനെ ആരാധിക്കുക എന്ന തത്വം ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന, അതിന് ദാർശനികമായ താർക്കികതയോ ബുദ്ധിയുടെ അമാനുഷികതയോ ഒന്നും ആവശ്യമില്ലാതെ ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന തത്വവും അവിടെയുണ്ട്. അതിലേക്കാണ് ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. അഹിംസയുമായി ബന്ധപ്പെട്ട ചോദ്യം, ഹിംസ എന്താണ് എന്നത് മുതൽ തുടങ്ങണമെന്ന് തോന്നുന്നു. അഹിംസ എന്ന തത്വം താത്വികമായി അപ്രായോഗികമായ ഒരു തത്വമാകുന്നു. ഇസ്ലാം പ്രകൃതി മതമായതുകൊണ്ട് തന്നെ
അപ്രായോഗികമായൊരു തത്വത്തെ സ്വീകരിക്കുവാൻ ഇസ്ലാമിന് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അഹിംസയിൽ 100% വിശ്വസിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. നമ്മൾ ശ്വസിക്കുന്നവരാണെങ്കിൽ അഹിംസയിൽ 100% വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഭക്ഷിക്കുന്നവരാണെങ്കിൽ അഹിംസയിൽ 100% അധിഷ്ഠിതമാകാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അസുഖം വന്നാൽ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ. ഇത് മൂന്നും ഞാൻ പറഞ്ഞത് വളരെ ബോധപൂർവമാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ നൂറുകണക്കിന് ജീവികളുടെ നാശത്തിന് നിമിത്തമായിക്കൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അഹിംസയെ വ്യാഖ്യാനിച്ച് അഹിംസയുടെ പൂർണ്ണ തലത്തിലെത്തിയ ആളുകൾ എന്ന് പറയുന്ന ജൈനന്മാര് മൂക്കിന്റെ അടുത്ത് അരിപ്പ് കെട്ടി നടക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവണേ. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഇവിടെ ഭക്ഷണത്തിന്റെ നമുക്ക് പറയാം രോഗം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നൂറുകണക്കിന് ജീവികളെ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യം സംരക്ഷിക്കുന്നത്. നൂറുകണക്കിന് ജീവികൾ, വൈറസുകളും ബാക്ടീരിയങ്ങളും നശിച്ചു പോകുന്നു. ഇനി ഭക്ഷണത്തിന്റെ വിഷയം എന്താണ്? യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവൻ എല്ലാ കോശത്തിലുമുള്ളത്. അടിസ്ഥാനപരമായി ജീവൻ ജൈവ വസ്തുവാണല്ലോ. അപ്പോൾ കോശങ്ങളിൽ മുഴുവനും ജീവനുണ്ട്. ആ ജീവനെ ഹനിക്കുകയാണ് എന്ത് തിന്നുന്ന ഞാനും. ഞാൻ കേവലം മുരിങ്ങയിലയാണ് വെച്ച് തിന്നതെങ്കിൽ ആ മുരിങ്ങയിലയിലുള്ള 100 കണക്കിന് കോശങ്ങളെ ഹനിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ജീവന്റെ ത്രസിപ്പിനെ നശിപ്പിക്കുന്നു. അതേപോലെ തന്നെ പ്രകൃതി ആ ജീവവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത സംവിധാനങ്ങളെ ദുഷ്ടമായി ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ഹിംസയെയും അഹിംസയെയും കാണുന്ന ഒരു പ്രത്യേക തരത്തിലാണ്. അതെന്താണ്? അത് ദൈവികമായ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ ഹിംസയും അഹിംസയും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം, ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടി വിശദീകരിക്കാം. എന്താന്ന് വെച്ചാൽ ഇപ്പോ സൃഷ്ടികർത്താവായ തമ്പുരാനിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അത് തമ്പുരാൻ ആര്, ഞാനോ നീയോ, ഇതെല്ലാം തർക്കങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാം. അത് വേറെ വശം. പൊതുവുള്ള മതവിശ്വാസികൾ സ്രഷ്ടാവ് എന്ന ദൈവം എന്നുള്ള സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു. ദൈവമാണ് സ്രഷ്ടാവ് എന്നും വിശ്വസിക്കുന്നു അടിസ്ഥാനപരമായി. ആ ദൈവം തമ്പുരാൻ പ്രകൃതിക്ക് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രകൃതി നിയമം എന്താണ്? തിന്നും കൊന്നും നിലനിൽക്കുക എന്നത് തന്നെയാണ്. യാതൊരു സംശയമല്ല. എക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അതാണ്. ആദ്യം ഒരു സസ്യം, അതിന് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ഉൽപാദകർ. ആ പ്രൊഡ്യൂസേഴ്സിനെ തിന്നിട്ട് പ്രാഥമിക ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ്. ആ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യബുക്കുകളാണ്. ആ സസ്യബുക്കുകളെ തിന്നുന്നു മാംസബുക്കുകൾ. ആ മാംസബുക്കുകളും സസ്യബുക്കുകളും എല്ലാം മരണപ്പെടുന്നു, ചത്തുപോകുന്നു. അത് പിന്നെ മണ്ണിലാകുന്നു. മണ്ണിൽ നിന്ന് ഡീകമ്പോസേഴ്സ് അത് വീണ്ടും പ്രകൃതി വസ്തുക്കളാക്കി വീണ്ടും സസ്യങ്ങൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ ചക്രം. സൃഷ്ടാവായ തമ്പുരാൻ പ്രകൃതിയിൽ തന്നെ കടുവയെയും സിംഹത്തെയും സൃഷ്ടിച്ചവനാണ്. അവയോട് അഹിംസ പറഞ്ഞിട്ട് ഏതാനും കാര്യമില്ല, പട്ടിണി കിടന്ന് ചാകേണ്ടി വരും, വേറെ രക്ഷയുണ്ടാവില്ല. അല്ലെ? ഇത് എന്താ? ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്നർത്ഥം. ആ നിയമത്തിൽ മനുഷ്യൻ ഏത് സ്ഥാനത്ത് നിൽക്കണം എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യൻ എവിടെ നിൽക്കണം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു